2019 എല്ലാ തരത്തിലുള്ള 19 പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ തോറ്റപ്പോ ജയിച്ച ഒരേ ഒരു മണ്ഡലം ആലപ്പുഴ മണ്ഡലമാണ്. KM ആരിഫിലൂടെ രണ്ടായിരത്തി 19 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ച ഒരേ ഒരു മണ്ഡലം ഈ ആലപ്പുഴ നിയോജക മണ്ഡലം. KM ആരിഫിലൂടെ ഇടതുപക്ഷം ആ മണ്ഡലം കാത്തു സൂക്ഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. BJPക്കെതിരെയാണ് പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളിൽ രണ്ടുപേർ, ഒന്ന് രാഹുൽ ഗാന്ധി, മറ്റൊന്ന് KC വേണുഗോപാൽ. ഒരാൾ അഖിലേന്ത്യാ നേതൃത്വത്തിലുള്ള ഏറ്റവും പ്രമുഖനാണ്. സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ കേന്ദ്രത്തിൽ തന്നെ പ്രവർത്തിക്കുകയാണ് KC വേണുഗോപാൽ. KC വേണുഗോപാൽ യഥാർത്ഥത്തിൽ 2 വർഷം MP ആയിട്ട് രാജ്യസഭയിൽ പ്രവർത്തിക്കാനുള്ള ഭരണഘടനാപരമായ അധികാരാവകാശമുള്ള MP ആണ്. സ്വാഭാവികമായിട്ടും ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ വ്യക്തതയോടുകൂടി തീരുമാനിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇവിടെ KC വേണുഗോപാൽ നിലവിൽ MP ആണ്, 2 കൊല്ലം കൂടി തുടരാം. ഇവിടെ നിലവിലുള്ള ഇപ്പോഴത്തെ കാലാവധി തീരാൻ പോകുന്ന MP ആണ് ആരിഫ്. ആരിഫ് ജയിക്കുന്നതോടെ 2 MP മാർക്കുള്ള സാധ്യത. ഒരു MP വേണോ 2 MP വേണോ എന്നുള്ളതാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ 2 MP ഉണ്ടാവട്ടെ എന്ന് തീരുമാനിക്കും. ഇവിടെ ലോകസഭാ MP അവിടെ രാജ്യസഭാ MP ഉണ്ടാവുന്നതാണ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന വിധി എന്ന കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വെക്കുക. പിന്നെ BJPക്കെതിരായിട്ടാണ് ഞങ്ങളുടെ മത്സരം എന്നാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ BJP ഇല്ലാതെ കേരളത്തിലാണ് 2 പ്രമുഖരും മത്സരിക്കുന്നത്. ആ മത്സരത്തിൽ രസകരമായ ഒരു കാര്യം, അവർക്ക് യഥാർത്ഥത്തിൽ പതാക ഉയർത്താനാവുന്നില്ല എന്നുള്ളത്. കോൺഗ്രസിന്റെ പതാകയും വേണ്ട, ലീഗിന്റെ പതാകയും വേണ്ട എന്ന കാര്യം യഥാർത്ഥത്തിൽ അവർക്ക് ആ തരത്തിലുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാര്യമായിട്ട് നേതൃത്വം നൽകുന്നത് ലീഗാണ്. കോൺഗ്രസിന്റെ പതാകയും ലീഗിന്റെ പതാകയും അന്ന് നോമിനേഷൻ കൊടുക്കുന്ന സന്ദർഭത്തിൽ ഉൾപ്പെടെ ഉപയോഗിച്ചു. പക്ഷെ നോമിനേഷൻ കൊടുത്ത് ഡൽഹിയിലേക്ക് തിരിച്ചെത്തുന്ന സന്ദർഭമാകുമ്പോഴേക്ക് BJP വ്യാപകമായ പ്രചാരവേല സംഘടിപ്പിച്ചു. അത് ഓരോന്നുമില്ല, കോൺഗ്രസിന്റെ പതാകയോടൊപ്പം
പാകിസ്ഥാൻ പതാക ഉയർത്തിയിരിക്കുന്നു എന്നാണ് അന്ന് വിമർശിച്ചത്. ആ വിമർശനത്തിന് ശരിയായ മറുപടി ഇത് മുസ്ലിം ലീഗിന്റെ പതാകയാണെന്നും മുസ്ലിം ലീഗിന്റെ സഹായത്തോടു കൂടിയാണ് ഞാനവിടെ മത്സരിച്ച് ജയിക്കുന്നത് എന്ന് പറയാനുള്ള ആർജവം യഥാർത്ഥത്തിൽ അവർ കാണിക്കേണ്ടതാണ്. രാഹുൽ ഗാന്ധി ആ തുറന്നു പറയൽ നടത്തിയില്ല. മുസ്ലിം ലീഗിനെ തമസ്കരിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസ് ആണ് ജയിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വയനാട് നിയോജകമണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ വോട്ടില്ല എങ്കിൽ അവിടെ കോൺഗ്രസ് ജയിക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. അപ്പോൾ അത്രയും പ്രാധാന്യം ഉണ്ടായിട്ടും അത് വിശദീകരിക്കാൻ യഥാർത്ഥത്തിൽ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കഴിഞ്ഞ അനുഭവം വെച്ച് ബി.ജെ.പി ഭയം, ബി.ജെ.പിയുടെ വിമർശന ഭയം കൊണ്ട് അവർ ആദ്യം തീരുമാനിച്ചത് മുസ്ലിം ലീഗിന്റെ കൊടി വേണ്ട. മുസ്ലിം ലീഗിന്റെ കൊടി വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസിന്റെ കൊടി ഉയർത്തിക്കൊണ്ടു പോകാൻ സാധിക്കില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തീരുമാനിച്ചു രണ്ട് കൊടിയും പോകും. ഇങ്ങനെ കൊടി ഉപേക്ഷിച്ച തെരഞ്ഞെടുപ്പ് നടത്താൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് നിർബന്ധിതമായ ഒരവസ്ഥ ഉണ്ടായത് ബി.ജെ.പി ഭയം കൊണ്ടാണ്. ഈ ബി.ജെ.പിയുടെ വിമർശനത്തിൽ തന്നെ ഭയപ്പെടുന്ന ഇവർക്ക് എങ്ങനെയാണ് ഫാസിസത്തെ നേരിടാനാവുക? നമ്മളിപ്പോഴും ഈ ഇന്ത്യയിൽ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരം ഈ ഇന്ത്യ നിലനിൽക്കണോ, ഈ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഭരണഘടനയും അതുപോലെ തന്നെ ഫെഡറൽ സംവിധാനവും ഉൾക്കൊള്ളുന്ന ഇന്ത്യ നിലനിൽക്കണോ, അല്ല ഹിന്ദുത്വ ഫാസിസത്തിലേക്കുള്ള രാജ്യത്തെ പരിവർത്തനം ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള ബി.ജെ.പിയുടെ നിലപാടിനെ ജയിപ്പിക്കണം. ഇതാണ് രണ്ട് ഭാഗം. ഒന്ന് ഇന്ത്യയെ നിലനിർത്തണമെന്നുള്ളതും മറ്റൊന്ന് ഫാസിസത്തിലേക്ക് പോകണം എന്നുള്ളതും. ഫാസിസത്തിലേക്ക് പോകണം എന്ന് തീരുമാനിച്ച ഈ ബി.ജെ.പി സംഘപരിവാർ വിഭാഗത്തിനെതിരായി ഫലപ്രദമായ ഒരു നേതൃത്വമായി പ്രവർത്തിക്കാനാവുന്നില്ല എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം പതാക ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പോകാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധിയുടെ പരാതി ഇവിടെ അപൂർവമായിട്ടാണ് വരുന്നത്. വന്ന റോഡ് ഷോ ആണ്. അതിനുശേഷം ചേരുന്ന യോഗങ്ങളിലൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നത് കേരളത്തിലെ CPM-ഉം മുഖ്യമന്ത്രിയും തന്നെയാണ് വിമർശിക്കുന്നത് എന്നാണ്. അപ്പോ വിമർശനത്തിന്റെ അടിസ്ഥാനം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബി.ജെ.പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തെ പറയാൻ അവർക്കാവുന്നില്ല. അത് ഞങ്ങൾ അതൊന്നും പറഞ്ഞിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കരുണാകരന്റെ മകളായാലും A.K. ആന്റണിയുടെ മകനായാലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തിലുള്ള നേതാക്കളുടെ മക്കളാണ് ബി.ജെ.പിയിലേക്ക് ചേക്കേറുന്നത്. അതിൽ തന്നെ ആന്റണിയുടെ മകൻ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്യുന്ന കാര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് ഇല്ല എന്ന ഉറപ്പുണ്ടാക്കാനുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത്. അതിന് ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടത്താൻ അവർക്ക് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും തന്നെ മത്സരിക്കാൻ തീരുമാനിച്ച ബി.ജെ.പി നേതാക്കളിൽ അവരിപ്പോ പുറത്തു കൊണ്ടുവന്ന നേതാക്കളുടെ എണ്ണം ആകെ 417. അതിൽ 118 പേരും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളിൽ നിന്നുള്ള കമ്മിറ്റികൾ മത്സരിക്കുന്നു. 118, 417 ഇതാണ് സ്ഥിതി. ഇവിടെ കേരളത്തിലെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 20 നമുക്കറിയുന്നത് പോലെ 4-1 കോൺഗ്രസ് നേതാക്കളാണ് മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തെ ഇന്ത്യയിൽ വിമർശിക്കുന്ന ഭാഗമായിട്ട് മറ്റു കേട്ടാൽ ഞാൻ പറഞ്ഞില്ല, വിമർശിക്കുന്നതോടൊപ്പം അദ്ദേഹം അഭിമുഖീകരിക്കുന്ന സംഘടനാപരമായ ബി.ജെ.പിയിലേക്കുള്ള കുറിപ്പും ദേശവ്യാപകമായിട്ടും കേരളത്തിലും ഗൗരവപൂർവ്വം എടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വിമർശിക്കപ്പെടുന്നത്? രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്നവരെല്ലാം ജയിച്ചു വരണമെന്നാണ് പൊതുവെ ഇന്ത്യ കൂട്ടായ്മ ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്താ വിമർശനാത്മകമായിട്ട് പറയാൻ ഉന്നയിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞാൽ, ഒന്നും
ഇന്ത്യ മേഖലയാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ശക്തീകരണം. അവിടെ ബി ജെ പിക്കെതിരായിട്ട് മത്സരിക്കാൻ കൂട്ടാത്ത അത് രണ്ട് നേതൃത്വ നിലയിലുള്ള ആളുകൾ കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരായിട്ട് മത്സരിക്കും. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്ന്, ഇന്ത്യയെ മതരാഷ്ട്രമാക്കുക എന്നുള്ളതാണ് മതനിരപേക്ഷ സമൂഹത്തിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. മഹാത്മാഗാന്ധിയെ തന്നെ കൊന്നത് ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ ഞങ്ങളെ സഹായിച്ചില്ല എന്ന ഗോൾവാൾക്കറുടെ പ്രസംഗം ഡൽഹിയിൽ നടന്നിട്ട് അപൂർവം ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് ഗാന്ധി കൊലയേറ്റത്. അന്ന് ഗോൾവാൾക്കർ പറഞ്ഞത്, ഈ ഗാന്ധി പാകിസ്ഥാൻ മുസ്ലിം ദേശീയത അടിസ്ഥാനപ്പെടുത്തി രാജ്യമുണ്ടാക്കാൻ സഹായിച്ചു. എന്നാൽ ഹിന്ദു ദേശീയതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിച്ചു. പിന്നെ കരാറനുസരിച്ച് ഇന്ത്യൻ ഖജനാവിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പണം കൊടുക്കാൻ വേണ്ടി അതിനു വേണ്ടി നിലപാട് സ്വീകരിക്കുന്നത് ഗാന്ധി. എന്നിട്ടാണ് പറഞ്ഞത്, ഈ ഗാന്ധി ഈ നിലപാട് സ്വീകരിച്ചാൽ ഈ ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടിയിരിക്കുന്നു. ഒരു മതരാഷ്ട്രമാക്കുന്നതിൽ സംഭവിക്കാതിരുന്ന മതനിരപേക്ഷ ഉള്ളടക്കം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാനത്തിൽ നിലകൊണ്ടാണ് ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയാണ് ആദ്യത്തെ രക്തസാക്ഷി. അത് ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്. ഇവിടെ ഹിന്ദു രാഷ്ട്രമാക്കാൻ അനുവദിച്ചില്ല. ഇതാണ് സ്വാതന്ത്ര്യത്തിന്റെ ഉടനത്തിനുള്ള സംഭവം. അതിന്റെ ഏറ്റവും കടുത്ത ആക്രമണമാണ് ഇപ്പോൾ ഇന്ത്യ അഭിമുഖീകരിക്കുന്നത്. അത് പാകിസ്ഥാനിൽ നിന്ന് വന്നവർക്ക്, അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് വന്നവർക്ക്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നവർക്ക്, മുസ്ലിങ്ങൾ ഒഴിച്ചുള്ളവർക്കെല്ലാം പൗരത്വം കൊടുക്കുന്നത് മാത്രമല്ല, ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള മതരാഷ്ട്രമാക്കി മാറ്റാനാണ്. അതാ പ്രശ്നം. ഇത് ഈ ഇന്ത്യയുടെ ഇന്നത്തെ പാർലമെന്ററി സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വം വഹിച്ച ആ ഘട്ടം മുതൽ ഇങ്ങോട്ട്, ആ ഘട്ടം മുതലല്ല, 1923 മുതൽ സവാർക്കറാണ് ആദ്യമായിട്ട് ഹിന്ദുത്വ പദം ഉപയോഗിച്ചത്. എന്നിട്ട് 101 കൊല്ലായി, 1923 അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് RSS രൂപീകരിച്ചത്. അടുത്ത കൊല്ലാകുമ്പോഴേക്ക് 100 വർഷമാവും. ഈ ഹിന്ദുത്വ എന്ന ഫാസിസ്റ്റ് അജണ്ട ഇന്ത്യയുടെ മുന്നിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്രയും കൊല്ലായി, 100 കൊല്ലായി. ആ 100 കൊല്ലത്തിനിടയിൽ ഏറ്റവും കടുത്ത ഫാസിസ്റ്റ് അജണ്ടയിലേക്കുള്ള കൈവഴി തുറന്നത് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പൗരത്വ ഭേദഗതി നിയമം വന്നത് മതരാഷ്ട്ര സൃഷ്ടിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണം. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഇന്ത്യ നിലനിൽക്കണോ അല്ല ഹിന്ദുത്വത്തിലേക്ക് പോകണോ എന്ന ചോദ്യത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കേന്ദ്രം ഏതാണ്? കേന്ദ്രം പൗരത്വ ഭേദഗതി നിയമം എന്ന മതരാഷ്ട്രമാക്കാനുള്ള ഹിന്ദുത്വ അജണ്ടയിലേക്ക് നീങ്ങുന്ന BJPയുടെയും സംഘപരിവാറിന്റെയും സമീപനമാണ്. അതിനെ എതിർക്കാൻ ഇടതുപക്ഷം മാത്രമാണ് ശക്തിയായിട്ടുള്ളത് ഇന്ത്യയിൽ. കേരളത്തിൽ പ്രത്യേകിച്ച് CPI ഗവൺമെന്റ്, മുഖ്യമന്ത്രി എല്ലാം അതിശക്തിയായിട്ട് എതിർക്കുമ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരുണ്ട് 3. ഹിമാചൽ പ്രദേശിൽ തന്നെ കണക്കുകൂടുണ്ടാണ്. അത് ഏതാണ്ട് അസ്തമയത്തിലേക്ക് നീങ്ങുകയാണ്. അവിടെ തന്നെയുള്ള ആഭ്യന്തര സംഘർഷമാണ്. BJP മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യസഭാ സീറ്റ് പോലും ജയിക്കാൻ അവർക്കായില്ല. ഇത് BJP ആയി. എന്നാലും രണ്ട് സംസ്ഥാനമുണ്ട്, കർണാടകമുണ്ട്, തെലങ്കാനയുണ്ട്. എന്നാൽ ഈ 2 സംസ്ഥാനങ്ങളിലെങ്കിലും ഞങ്ങൾ ഈ നിലപാട് സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ ഇതിനെ അംഗീകരിക്കില്ല എന്ന് സമീപനവർ പറയണ്ടേ? പറഞ്ഞില്ല. ദേശീയ നേതൃത്വത്തോട് ചോദിച്ചപ്പോൾ ഇന്ന് രാത്രി കഴിഞ്ഞ് നാളെ പറയാമെന്നാണ്. ഇന്നേ വരെ പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി യാത്രയിലായിരുന്നു. ആ യാത്രക്കിടയിൽ എവിടെയും പറഞ്ഞില്ല. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അനങ്ങിയില്ല, മിണ്ടിയില്ല. ഇവിടെ കേരളത്തിൽ മത്സരിക്കാൻ വന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇത്രയും ദിവസത്തോടെ സംസാരിച്ചിട്ടും പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ മതവൽക്കരിക്കുന്ന ഒരു നിയമത്തെ സംബന്ധിച്ച് ഒരക്ഷരം മുണ്ടിയിട്ടില്ല. ഇവിടെ കോൺഗ്രസ്സുകാർ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പണ്ടേ മുണ്ടിയിട്ടുള്ളതാണ്. എവിടെ മുണ്ടിയിട്ടില്ല?
മൃദു ഹിന്ദുത്വ നിലപാടാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യ രാജ്യം ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ ആ അർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇവർക്കാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മാത്രമല്ല, ഇവർ കോൺഗ്രസ്സുകാർ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് നടപ്പിലാക്കേണ്ടി വരുമെന്നാണ്. എന്താ അതിന്റെ ഉന്നം? ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് നടപ്പിലാക്കേണ്ടി വരുമെന്നാണ്. ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് കോടതിയിലേക്ക് പോയത്. അപ്പോൾ കോടതിയും അതിന്റെ കേസും കാര്യങ്ങളെല്ലാം ചേർന്ന് മുമ്പോട്ടേക്ക് പോകുമ്പോൾ അതിന് പിന്തുണ നൽകുന്നതിന് പകരം അതിവിടെ നടപ്പിലാക്കേണ്ടി വരുമെന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ കോൺഗ്രസ് നേതൃത്വം പറയുകയാണ്, പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. എം എം ഹസനാണെങ്കിൽ ഇത് അതിനെപ്പറ്റിയൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യത്തോട് ശരിയായ ഒരു നിലപാട് സ്വീകരിക്കാൻ അവർക്കാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഇവിടെ വളരെ പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം, പ്രധാനമന്ത്രി ഇവിടെ കേരളത്തിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കും. ആ സന്ദർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പ്രധാനമന്ത്രിക്ക് പറയാനാവുന്നില്ല. സുപ്രീം കോടതി ഇന്ത്യയിൽ ശക്തിയായ ഒരു നിലപാട് സ്വീകരിച്ചാണ് ഇലക്ട്രൽ ബോണ്ട്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം, ഇലക്ഷൻ ഫണ്ടാണ്. ഔദ്യോഗികമായ ഇലക്ഷൻ ഫണ്ട് സ്വീകരണം. അത് അഴിമതിയില്ലാത്ത ഒരു ഗവൺമെന്റാണ് BJP ഗവൺമെന്റ് എന്നാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വലിയ കോളയാണ്. എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നവരിൽ നിന്നും, ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, അത് ഓരോ വിഭാഗത്തിൽ നിന്നും ഏതാണ്ട് 8,500 കോടി രൂപ കോൺഗ്രസ് BJP ശേഖരിക്കുന്നു. ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്നത് ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് അദ്ദേഹം മലയാളത്തിലാണ് പ്രയോഗിച്ചത്, കൊള്ളയടിക്കലാണ്. ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത് കൊള്ളയടിക്കലാണ് എന്ന് അദ്ദേഹം പരിഹസിച്ചു. അതിൽ ആവേശം കൊണ്ട് ചില പത്രങ്ങൾ ഈ മലയാളം ഇങ്ങനെയാണ് പറഞ്ഞത് എന്നതുകൂടി ചേർത്ത് വാർത്തയാക്കി വരികയും ഈ കൊള്ളയടിക്കൽ പങ്കാളിയായ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുനിധിയാണ് കോൺഗ്രസ്. കൊള്ളയടിക്കലാണെന്ന് പറയുമ്പോൾ ആവേശം കൊണ്ട് പത്ര റിപ്പോർട്ട് തയ്യാറാക്കുന്ന മാധ്യമങ്ങളുടെ കേരളത്തിലുണ്ടല്ലോ, അവരോടാണ് ഞാൻ പറയുന്നത് ഈ കൊള്ളയടിക്കലിന് പൂർണ്ണമായ പങ്കാളിയായിട്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു 8,258.8 കോടി രൂപയാണ് BJPക്ക് കിട്ടിയത്. ഏറ്റവും അവസാനം കണക്ക് 1,952 കോടിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് കിട്ടിയത്. ഇത്രയും വലിയ സംഖ്യ കോൺഗ്രസും അതുപോലെ തന്നെ BJPയും കൂടി ചേർന്ന് വാങ്ങിയപ്പോൾ ഇത് പാർലമെന്റിൽ ചർച്ചയായിട്ട് വന്ന സന്ദർഭത്തിൽ അന്ന് CPIMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് CR യെച്ചൂരി രാജ്യസഭയിലാണ്. അതിനിശിതമായ വിമർശനമാണ് യെച്ചൂരി അവിടെ അവതരിപ്പിച്ചത്. അതിനെ തുടർന്നാണ് നിയമയുദ്ധത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്. എല്ലാവരും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് അക്കൗണ്ട് തുടങ്ങിയപ്പോൾ അതിൽ പങ്കെടുക്കില്ല എന്നും ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും പറഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് പോയ പാർട്ടിയാണ് CPIM. അപ്പൊ എല്ലാം ഒരുപോലെയാണ് എന്ന് ഈ മാധ്യമങ്ങളൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം, എല്ലാം വലിയ വ്യത്യാസമാണ്. വലിയ മുതലാളിമാരിൽ നിന്നുള്ള പണം ശേഖരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് BJP പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ജനങ്ങളെ ചെലവിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ജനങ്ങളാണ് ഞങ്ങളുടെ അക്ഷയപാത്രം പോലെ ഈ പാർട്ടിയെ സംരക്ഷിച്ച് ആവശ്യമായ ഫണ്ട് തന്ന് പ്രവർത്തിക്കാൻ അനുവാദം നൽകും. അവരുടെ പിന്തുണയാണ്. അപ്പൊ രണ്ടും രണ്ടാണ്, എല്ലാം ഒന്നല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി ചൂണ്ടിക്കാണിച്ചത് മാത്രമേ. അപ്പോൾ ഇലക്ട്രൽ ബോണ്ടിന്റെ പങ്കുപറ്റിയ കോൺഗ്രസിനോ, ഇലക്ട്രൽ ബോണ്ടിന്റെ ഇലക്ഷൻ ഫണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം 50%-ലധികം പങ്കുപറ്റിയിട്ടുള്ള BJPയോ അഴിമതിയെ പറ്റി പറയുന്നതിൽ യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. ഇവിടെ വന്നപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ
മുംബൈ വിമാനത്താവളം എങ്ങനെ അദാനിക്ക് ലഭിച്ചു എന്ന കാര്യം അദ്ദേഹം ചിന്തിക്കണം. കേരളത്തിൽ നമുക്ക് നല്ല അനുഭവമുണ്ട്. കേരളത്തിലെ ഗവൺമെന്റ് തന്നെ പറഞ്ഞാണ് ഞങ്ങൾ ഏറ്റെടുക്കാം, ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. കൊച്ചി വിമാനത്താവളം കൈകാര്യം ചെയ്ത ശീലം കേരളത്തിലെ ഗവൺമെന്റിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് തിരുവനന്തപുരം ഞങ്ങൾ ഏറ്റെടുക്കാം, ആവശ്യമായ നിലപാട് സ്വീകരിക്കാം. ധരിക്കാം. തരരുത് എന്ന് വാദിച്ച് അദാനിക്ക് വേണ്ടി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും ആരാ? തരൂരാണ്. ആ തരൂരിനെ മുൻനിർത്തിയിട്ടുള്ള ഈ ബോംബെ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ എന്ത് അർത്ഥമുള്ളത്? കോൺഗ്രസിന്റെയും അതുപോലെ BJPയുടെയും നിലപാട് ഒന്നാണ്. ആ നിലപാട് സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അങ്ങനെ സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം അദാനിക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള അവരുടെ സമീപനം. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിൽപ്പനയാണ് യഥാർത്ഥത്തിൽ ഇവിടെയും നടന്നത്. പ്രധാനമന്ത്രിക്ക് യഥാർത്ഥത്തിൽ ഒരു പ്രധാനമന്ത്രി എന്ന രീതിയിൽ അതിന്റെ റേഞ്ച്, ആ റേഞ്ചില്ല എന്ന് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുക. അതിൽ ഒന്നാമത് ഞാൻ പറയാം, ഒന്നാമത് തനി RSS, താഴെ തലത്തിലുള്ള RSSന്റെ ഒരാളുടെ റേഞ്ചേ ഉള്ളൂ പ്രധാനമന്ത്രിക്ക് എന്നുള്ളത് നമ്മളിപ്പോൾ അവസാനമാണ് കൂടുതൽ മനസ്സിലാകുന്നത്. കേരളത്തിലെ പ്രസംഗം കൂടി കേട്ടപ്പോൾ പത്രക്കാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ എഴുതിയിട്ടില്ല, ബോധപൂർവ്വം അങ്ങനെ പറയുന്നത്, നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇലക്ട്രൽ ബോണ്ടിന്റെ മേലെ സുപ്രീം കോടതി വിധി പറഞ്ഞപ്പോൾ ആ സുപ്രീം കോടതി വിധിയെ അപഹസിക്കുന്നതിന് വേണ്ടി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നേ വരെ ഉപയോഗിക്കാത്ത രീതിയിലുള്ള പ്രയോഗം നടത്തി. എന്താ പറഞ്ഞത്? ഭഗവാൻ ശ്രീകൃഷ്ണന് അവിൽപ്പൊതി, ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി പ്രതീർത്ഥനായിട്ടുള്ള കുചേലൻ പോയാൽ അല്ലെങ്കിൽ പോയപ്പോ ഭാര്യ കൊടുത്തയച്ച അവിൽപ്പൊതി ഭഗവാൻ ശ്രീകൃഷ്ണൻ വാങ്ങിയാൽ ആ വാങ്ങിയ അവിൽപ്പൊതി ഈ കോടതി അഴിമതിയാക്കുമോ എന്ന ചോദിച്ചു. ഇത്രയും പരിഹരിക്കാൻ എന്തേ ഇത്ര പ്രകോപനം ഒരു പ്രധാനമന്ത്രിക്ക്? സുപ്രീം കോടതി യഥാർത്ഥത്തിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഴിമതി വിരുദ്ധ ആ ഒരു പല്ലവി ഉണ്ടല്ലോ, ആ പല്ലവി സമൂഹത്തിന്റെ മുമ്പിൽ നഗ്നരാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ വിധി. അപ്പൊ പിന്നെ ഇതേ അല്ല, ഇതിന്റെ അപ്പുറം പ്രതികരിക്കും. അതാണ് പ്രധാനമന്ത്രിയുടെ റേഞ്ച് സംബന്ധിച്ച് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. നമ്മൾ സാധാരണ പറയാറില്ല, ഈ മാങ്ങയുടെ പുളി മനസ്സിലാവണമെങ്കിൽ അഞ്ചൂർ എടുക്കണം. ഇതുപോലുള്ള വളരെ ഗൗരവതരമായ വിധി വരുമ്പോ ആ വിധിയെ പരിഹസിക്കുക, അപഹസിക്കുക, എന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന രീതിയിൽ അതിനെ വിമർശിക്കുക. അത് പിന്നീട് 600 പ്രധാനപ്പെട്ട അവർ പറയുന്ന വക്കീലന്മാർ, ഇവിടെ കൊച്ചിയിൽ പറഞ്ഞ 1000 വക്കീലന്മാരെ കത്തയക്കാൻ എന്താ പ്രയാസം? ഈ വിധിക്കെതിരായിട്ട് ഇലക്ട്രൽ ബോണ്ടിന്റെ നേരെ സുപ്രീം കോടതി എടുത്ത വിധിക്ക് എതിരായി 600 ആള് കത്തയച്ചു. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് പുനഃപരിശോധിക്കണം, റിട്ടേർഡ് ജഡ്ജിമാരെ കൊണ്ട് പുനഃപരിശോധിപ്പിക്കണം എന്ന് എഴുതിക്കൊണ്ടിരിക്കുക. എല്ലാം പിന്നിൽ ഈ മോദിയാണ്, നരേന്ദ്രമോദിയാണ്. ഇവിടെ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് കരുവന്നൂർ ബാങ്കും EDയും അതുപോലുള്ള സെൻട്രൽ ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറെ കാര്യങ്ങൾ, തികച്ചും തെറ്റായ കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും. യഥാർത്ഥത്തിൽ ഈ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ ഉണ്ടായിട്ടുള്ള കാലാവധി പൂർത്തിയാക്കിയ നിക്ഷേപങ്ങൾ ഇനി തിരികെ നൽകാനുള്ളത് 51 കോടി രൂപയുടേത് മാത്രമല്ല കടമുൾപ്പെടെ വീണ്ടും നൽകി തുടങ്ങി എന്നുള്ളതാണ്. സാധാരണ ബാങ്കിങ് സിസ്റ്റം അതേപോലെ അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ വളരെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്ത് പോവുകയാണ്. 10,622 നിക്ഷേപകർക്ക് 116.2 കോടി രൂപ നിക്ഷേപമാണ് തിരിച്ചു നൽകാനുള്ളത്. ഇപ്പൊ നൽകിയിരുന്നത് ഒരാൾക്ക് ഇപ്പോൾ നൽകിക്കഴിഞ്ഞിരുന്നു. അതായത് 10,622 നിക്ഷേപകർക്ക് 116.2 കോടി രൂപ നിക്ഷേപമാണ് തിരിച്ചു നൽകിയത്. ഇനി ഞാനെല്ലാം നൽകി കളയുന്നതാണല്ലോ ഇപ്പം നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് പറയുന്നത്. വിവിധ നിക്ഷേപങ്ങളിലായി കരുവന്നൂർ ബാങ്കിൽ ആകെ തിരിച്ചു കൊടുക്കാനുള്ളത് 272 കോടിയാണ്. 272 കോടിയാണ്. 9,216 പേർ
198 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപം പുതുക്കി എന്ന് പറഞ്ഞാൽ ബാങ്കിങ് സിസ്റ്റം നല്ലതുപോലെ ജനങ്ങൾ അംഗീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. 9216 പേർ 198 കോടി രൂപക്കുള്ള അവരുടെ സ്ഥിര നിക്ഷേപം പുതുക്കി. 1 ലക്ഷം രൂപ വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങളും 50,000 രൂപ വരെയുള്ള സേവിങ്സ് ബാങ്ക് നിക്ഷേപങ്ങളും പൂർണ്ണമായി തിരിച്ചു കൊടുത്തു. ഇതിൽ കൂടുതലുള്ള നിക്ഷേപങ്ങൾ ഘട്ടം ഘട്ടമായി നൽകാനും തുടങ്ങി. നിക്ഷേപങ്ങൾക്ക് നമ്മുടെ ആളുകൾക്ക് പ്രധാനപ്പെട്ട ആശ്വാസമാണ് കൈമാസ പലിശ പൂർണ്ണമായി അനുവദിക്കുന്നു എന്നുള്ളത് അറിയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചുമതല ഏറ്റ ശേഷം 99 കോടി രൂപ വായ്പ തിരിച്ചടവ് ഈ മാർച്ചിൽ മാത്രം 10 കോടി രൂപ ഉൾപ്പെടെ തിരിച്ചടവ് കിട്ടി. അപ്പോൾ ആളുകൾക്ക് വളരെ വ്യക്തതയോടുകൂടി ബാങ്കിങ് സംവിധാനത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 150 കോടി രൂപ മൂല്യമുള്ള 162 ആധാരങ്ങൾ പിടിച്ചെടുത്തിട്ട് 6 മാസമായിട്ടും തിരിച്ചു നൽകിയിട്ടില്ല. ED ആദ്യം കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് 19 കേസ് രജിസ്റ്റർ ചെയ്തു. 26 പ്രതികളിൽ 18 പേർ ജയിലടച്ചു. ഇതിൽ പ്രധാന പ്രതികളായ 2 പേരുടെ സ്വത്ത് കണ്ടുകെട്ടി ലേലം ചെയ്തു. തുക സർക്കാരിൽ ക്രൈംബ്രാഞ്ച് അടച്ചു. ഈ സമയത്താണ് ED യഥാർത്ഥത്തിൽ കേസ് ഏറ്റെടുക്കുന്നത്. ഇതോടെ മറ്റുള്ളവരുടെ സ്വത്ത് കണ്ടുകെട്ടുക എന്നത് നടന്നില്ല. കേസിലെ 1ഉം 2ഉം പ്രതികളെ മാപ്പുസാക്ഷിയാക്കിയാണ് ഇപ്പോൾ അനുകൂലമായ മൊഴികൾ സൃഷ്ടിക്കാൻ ED ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാങ്കിന് ആകെ പിരിഞ്ഞു കിട്ടാനുള്ള വായ്പ 384 കോടിയുണ്ട്. അതിൽ 103 കോടി രൂപയുടെ വായ്പയാണ് ക്രമരഹിതമായി വിതരണം ചെയ്തത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ED കണ്ടെത്തിയതിനകത്തെ 83 കോടി മാത്രമേ ഉള്ളൂ. അവിടെ നടന്ന പ്രശ്നങ്ങളിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയതിൽ നിന്ന് ഒരടി മുന്നോട്ടേക്ക് പോകാൻ EDക്കോ മറ്റ് ഏജൻസികൾക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയ വേട്ടയ്ക്ക് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി ഉപയോഗിക്കുന്ന ഒരു ബാങ്കിലെ വളരെ ചുരുക്കം സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയെല്ലാം കൈകാര്യം ചെയ്തു പോവുകയാണ്. എല്ലാവരെയും കൃത്യമായി ജയിലടക്കാൻ സാധിച്ചതാണ്. തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ഒന്നിനെയും വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ള സമീപനമാണ് ഗവൺമെന്റിന്റെ. ഞങ്ങൾ പാർട്ടി എന്ന രീതിയിൽ ഒരു തരത്തിലും അതിന് തെറ്റായ ഒരു സമീപനത്തിനും അംഗീകരിക്കുകയും കൊടുക്കുകയും ചെയ്യില്ല. എന്നിട്ട് ഒന്നും അറിയാതെ മോദി ഇതെല്ലാം തന്നെ വമ്പിച്ച കൊള്ളയാണെന്നും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വലിയ കൊള്ളയാണ് സഹകരണ മേഖലയിൽ നടക്കുന്നത് എന്നും പ്രചരിപ്പിക്കുക. അതാ ഞാൻ പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റേഞ്ച് സാധാരണ ഇവിടെയുള്ള ഒരു ആർഎസ്കാരനും പറയാൻ മടിക്കുന്നതിന്റെ അപ്പുറത്ത് പറയാൻ തുടങ്ങിയിരിക്കുന്നു. ദേശാഭിമാന ബാങ്കിൽ നിന്ന് 10,000 കോടി രൂപയാണ് 2016 നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ലണ്ടനിലേക്ക് കടന്നുപോയ വിജയ് മല്യ അവിടെ സുഖമായിട്ട് യാതൊരു കുഴപ്പമില്ലാതെ തട്ടിപ്പ് നടത്തിയിട്ട് ജീവിക്കുകയാണ്. 8,000 കോടിയാണ്. അത് നമ്മുടെ ബാങ്കിൽ നിന്നാണ്, ദേശാഭിമാന ബാങ്കിൽ നിന്നാണ് തട്ടിയത്. ഏറ്റവും വലിയ ബാങ്ക് തട്ടിപ്പ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 13,000 കോടി രൂപയാണ്. വജ്ര വ്യാപാരി നീരവ് മോദി രാജ്യത്ത് നിന്ന് മുങ്ങിയിട്ട് വർഷം 6 ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. ഇവിടെ ഒരു സഹകരണ മേഖലയിലുള്ള ഒരു സംഘം ചില തെറ്റായ പ്രവണത ഉൾപ്പെടെ വെച്ചുകൊണ്ട് നീങ്ങിയപ്പോ കേരള ഗവൺമെന്റ് ഇടപെട്ടു, ക്രൈംബ്രാഞ്ച് ഇടപെട്ടു, ചില സ്വത്ത് പിടിച്ചെടുത്തു, അത് ലേലം ചെയ്ത് തിരിച്ചു കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ ഇതിൽ വന്നതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ അത് മുഴുവൻ കൈകാര്യം ചെയ്യാൻ സാധിക്കാതിരുന്നത്. ഇനി ഒരു പ്രയാസമില്ലാതെ രീതിയിൽ അത് കൈകാര്യം ചെയ്യാം. അപ്പോ നീരവ് മോദിയുടെ അമ്മാവനും പഞ്ചാബ് നാഷണൽ ബാങ്ക് കുംഭകോണ കേസിലെ കൂട്ടുപ്രതിയുമായ മെഹുൽ ചോക്സ് ഒറ്റയ്ക്ക് നടത്തി തട്ടിപ്പ് 8,000 കോടിയാണ്. അങ്ങനെ ഓരോന്നും ഞാൻ എന്റെ എല്ലാ വിശദീകരണങ്ങളെല്ലാം കഴിഞ്ഞു. ഇവരെല്ലാം ലോകത്തിന്റെ വിവിധ മേഖലയിൽ പോയി താമസിക്കാതെ ഒരു നടപടിയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗം നമ്മുടെ പണം നഷ്ടപ്പെട്ടു പോയ കോടാനുകോടി രൂപ നഷ്ടപ്പെട്ടു പോയ ഇതിനെതിരായിട്ട് ഒരു അക്ഷരം പറയാൻ അവർ ചെയ്യാറില്ല. പിന്നെ ഇവിടെ
സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഗവൺമെന്റിന് പകരം വേറെ ബാങ്കുകളെ പറ്റി ഒന്നും പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ കോൺഗ്രസിന്റെ ഇപ്പോ അവർ പരിശോധിച്ച് നോക്കിയപ്പോ കൃത്യമായ കണക്കുണ്ട്. 272 സഹകരണ സംഘങ്ങളിൽ ക്രമക്കേട് ഉണ്ടായിരുന്നു. നമുക്കത് തിരുത്താൻ പറ്റുന്ന ക്രമക്കേട് ഉൾപ്പെടെയാണ് 272 സഹകരണ സംഘങ്ങളിൽ ക്രമക്കേട് ഉണ്ടായിരുന്നു. ഇതിൽ 202 സംഘങ്ങളും UDF നിയന്ത്രണത്തിലുള്ളതാണ്. LDF ഭരിക്കുന്ന 63 സഹകരണ സംഘങ്ങളിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. അപ്പോൾ അത് എല്ലാം പരിശോധിക്കുകയാണ്. പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടത്. ഞങ്ങൾക്കതിൽ യാതൊരു തർക്കമില്ല. 16,255 സഹകരണ സംഘങ്ങളുണ്ട് കേരളത്തിൽ. ഇന്നും കൂടി ഞാൻ പറയാം, 16,525. അതിലാണ് ഏറ്റവും ചുരുങ്ങിയ ഒരു ചില മേഖലയിൽ അതിലും ഭൂരിപക്ഷം UDFന്റെ ബാങ്കുകളിലാണ് ഇത്തരം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഓരോന്നിനെയും എടുത്ത് കൃത്യമായിട്ട് പറയാതിരിക്കുന്നത് എന്താ പറഞ്ഞാൽ അതിന്റെ എല്ലാം നിലനിൽപ്പ് ഇപ്പോൾ ഗവൺമെന്റ് ഫലപ്രദമായിട്ട് ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നത് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. സഹകരണ സംഘങ്ങൾക്കെതിരായിട്ടുള്ള വലിയ കടന്നാക്രമണം യഥാർത്ഥത്തിൽ ഇപ്പോൾ കേന്ദ്രം മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് നോട്ട് നിരോധനത്തിന്റെ കാലഘട്ടം മുതൽ തുടങ്ങിയതാണ്. ഇപ്പോഴും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ ഈ പറഞ്ഞതുപോലെ വളരെ വലിയ നമ്പറാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിനെ ആകെ തകർക്കാനാണ് ഇപ്പോൾ അവർ കുറിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായി 16,255 സംഘങ്ങളെയും നിലനിർത്താനുള്ള ശ്രമമാണ് ഗവൺമെന്റ്. അതിന് സത്യരാഷ്ട്രീയം നോക്കുന്നില്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ആ രീതിയിൽ കൈകാര്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. തെറ്റായ ക്രമങ്ങൾ അംഗീകരിക്കുന്നില്ല. വളർച്ചയ്ക്ക് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും തെറ്റി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം വരുമ്പോൾ ഗവൺമെന്റ് സഹായിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ള കാര്യം. പിന്നെ ശൈലജ ടീച്ചർക്കെതിരായിട്ട് വന്ന സൈബർ ആക്രമണം, അശ്ലീല ആക്രമണമാണ് യഥാർത്ഥം നടന്നത്. വടകര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം വന്ന UDF സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ചേർന്നാണ്. രാഷ്ട്രീയം പറയേണ്ട യാതൊരു കാര്യമില്ല. നല്ല രാഷ്ട്രീയമുള്ള മണ്ഡലം തന്നെയാണ് വടകര. അതുകൊണ്ട് അശ്ലീലം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വിജയം നേടാൻ സാധിക്കുമെന്നുള്ള തെറ്റായ പ്രതീക്ഷയിലാണ് അവർ ഈ വർക്ക് നടത്തിയിട്ടുള്ളത്. അതിനെതിരായി ഇപ്പോഴും ടീച്ചർ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ പരാതി പരിഹരിക്കണം. കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് മോഫ് ചെയ്ത ശൈലജ ടീച്ചറുടെ ഫോട്ടോ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് തന്നെ അയച്ചു പോകും. വളരെ അവമാനകരമായ കാര്യമാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. UDF ആണ് പിന്നെയാല് അതിന് ഗുണഭോക്താവാരാണല്ലേ നോക്കേണ്ടത്. അതിന് വേറെ പരിശോധിക്കാനുണ്ട്. ശൈലജ ടീച്ചർക്കെതിരായിട്ട് ഇതുപോലുള്ള മോഫ് ചെയ്ത പടം ഉൾപ്പെടെ ചേർത്ത് കുടുംബ ഗ്രൂപ്പിൽ ഉൾപ്പെടെ അയച്ചു കൊടുക്കുന്നതിന്റെ പിന്നിലാരാണ്? നമുക്കറിയാം ഇവർക്കെല്ലാമുള്ള ബന്ധം കള്ള രേഖയുണ്ടാക്കുന്നതിൽ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവരെല്ലാം അന്ന് പങ്കുവഹിച്ചിട്ടുള്ളവരാണ്. ആ ടീമിനെയാണ് ഉപയോഗിക്കുന്നത് വടകര. അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തെറ്റായ രീതിയിലുള്ള ഒരു പ്രവണതയാണ് കേരളത്തിൽ. അതെല്ലാം ശൈലജയ്ക്ക് അനുകൂലമായ ഘടകമായിട്ട് മാറുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇതെല്ലാം വന്നതുകൊണ്ട് അവിടെ UDFന്റെ സ്ഥാനാർത്ഥിക്ക് വല്ല അനുകൂലമായ ഘടകവും വരുമെന്ന് ആരും തിരിച്ചറിയേണ്ടിയിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർക്ക് അനുകൂലമായ സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത് എന്ന കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് എല്ലാ സ്ഥലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ഒരു പ്രധാനമായിട്ടും തകർക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടും കൊടിയും പല സ്ഥലത്തും തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പൊതുവെ അംഗീകരിക്കുന്നതല്ല. നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. അംഗീകരിച്ച നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന സമീപനമല്ല. എതിരാളികളുടെ അല്ലെങ്കിൽ UDFന്റെ BJPയുടെ ഞങ്ങളെ കുടിയും പോരണങ്ങളും ഒക്കെ തകർക്കുക എന്നുള്ള ഒന്നും ജനാധിപത്യപരമായ രീതിയല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഒരുപാട് സ്വീകരണത്തിന് വേണ്ടി കെട്ടിയുണ്ടാക്കിയിട്ടുള്ള 4-5 ബോർഡും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള മൂന്നും ചാർജ് നോക്കുമ്പോഴത്തേക്ക് അതേ സാധനയിൽ നശിപ്പിക്കുക മാത്രമേ അവയില്ല. അങ്ങനെയുള്ള നിരവധി പരാതികളുണ്ട്. പരാതികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലത് മാധ്യമങ്ങൾ വളരെ സജീവമായിട്ട് എടുക്കുന്നു, മറ്റൊന്നും
അധികമായി എടുക്കുന്നില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതാണ് എന്റെ അഭിപ്രായം. ശരിയായ സമയമല്ല. അതിനെന്താ നമുക്ക് തർക്കമുള്ളത്? അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു തരത്തിലും നമ്മൾ അംഗീകരിക്കുന്നു. അങ്ങനെയുള്ള ഏത് കാര്യവും കാര്യമായ പരിശോധന നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതെ, കൊല്ലത്തിലെ ആയിക്കോട്ടെ, അതൊന്നും നമ്മൾ കാര്യമായിരുന്നു. ഇവിടെ ചർച്ച ഉണ്ടായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യമാണെങ്കിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതല്ല, കമ്പനികൾ തമ്മിലുള്ള തർക്കമോ പ്രശ്നമോ എന്തൊക്കെയാണോ അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾക്ക് ഒന്നുമില്ല, ഇന്നും തർക്കമില്ല. ഞങ്ങൾക്കുള്ള ഒറ്റ കാര്യം, അതിന്റെ പേരും പറഞ്ഞ് പിണറായി വിജയൻ എന്ന CPI നേതാവിനെയും മുഖ്യമന്ത്രിയെയും അതിലേക്ക് കടന്നു ചെല്ലാൻ നടത്തുന്ന ഒരു ശ്രമത്തെയും അന്നും അംഗീകരിക്കില്ല, ഇന്നും അംഗീകരിക്കില്ല, നാളെയും അംഗീകരിക്കില്ല. ഇതാണ് നമ്മുടെ അടുത്ത നിലപാട്. അല്ലാണ്ട് കമ്പനികൾ നടത്തിയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഞങ്ങളെന്തിനാണ് ചർച്ചേണ്ട കാര്യം? അത് ചർച്ചയില്ല. അതാണ് പറഞ്ഞത്. ഏത് കമ്പനിയെ സംബന്ധിച്ച് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നു. ഞങ്ങൾ ചർച്ചയുണ്ട കാര്യം. അതെ, അതാണ് മുഖ്യമന്ത്രിന്റെ റേഞ്ച് ചെയ്യാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറഞ്ഞു വന്നതിന്റെ ഫലം. ഒരു മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി കുടുംബത്തിൽ ആരോപണം ഉണ്ടായിട്ടുണ്ടെന്നാ പറഞ്ഞു. പണ്ട് സ്വർണത്തിന്റെ കാര്യം, എന്താ സ്വർണത്തിന്റെ കാര്യം? സ്വർണത്തിന്റെ ഒന്നാം പ്രതി ആരാ? ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് ഈ ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്വം സെൻട്രൽ ഗവൺമെന്റ് ഏജൻസികളുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ പ്രധാന ഉത്തരവാദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇന്നത്തെ അത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ തലയിൽ കിട്ടിവെക്കാനാണ് ശ്രമിക്കുന്നത്. അതാണ് പറയാം, താനീ RSSന്റെ സാധാരണ RSS മുഹമ്മദിനെന്നല്ല ഉദ്ദേശിക്കുന്നത്, സാധാരണ RSSന്റെ റേഞ്ചിലേക്കാണ് മുഖ്യമന്ത്രി എത്തിയത്. പിന്നെ അദ്ദേഹം പറയുന്നത് വീട് വലിയ രീതിയിൽ ഞങ്ങൾ വീട് കൊടുത്തു. എവിടെയായി കേരളത്തിൽ വീട് കൊടുത്തത്? വീട് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായ കണക്ക് നമ്മുടെ മുമ്പിൽ. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോ ഏതാണ്ട് കൃത്യമായ കണക്ക് പറഞ്ഞാൽ കൊടുത്ത വീടുകളുടെ എണ്ണം യഥാർത്ഥത്തിൽ 5 ലക്ഷത്തിലധികം. 5 ലക്ഷത്തിലധികം വീട് ഇവിടെ പൂർത്തിയായി വരികയാണ്. 4 ലക്ഷത്തിലധികം വീട് ഇത് പൂർത്തിയായി താമസം പോവുകയും. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞാൽ 4,03,558 വീടുകൾ ഇപ്പൊ തന്നെ പൂർത്തിയായി. ഇനി 1,52,1,52 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഇങ്ങനെ അനുവദിച്ച ആകെ വീടുകളുടെ എണ്ണം 5,03,610. 5 ലക്ഷം, ഒന്നുകൂടി പറയാം, 5,03,610. ഇത് പൂർത്തീകരിക്കാൻ പറയുന്നതല്ല, പക്ഷെ നമുക്കിത് കൃത്യമായിട്ടുള്ള ഒരു വസ്തുത എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ പ്രധാനമന്ത്രി പറഞ്ഞ കേന്ദ്ര സഹായമുള്ള വീടുകളുടെ എണ്ണം 33,517. ഇനിയിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതുകൊണ്ട് ഞാൻ കൃത്യമായി കണക്ക് പറയാം. 33,517 വീടുകൾക്ക് മാത്രമാണ് PMAY ഗ്രാമീണ മേഖലയിൽ നടത്തുന്ന, അതിന് 72,000 രൂപ കൊടുക്കുക. 72,000. ഞങ്ങൾ നൽകുന്നത് 4 ലക്ഷം ആ വീടുകൾക്ക്. ഈ പറഞ്ഞ എല്ലാ വീടുകൾക്കും ഞാൻ ഈ പറഞ്ഞതുപോലെ 5,03,610 വീടിനും 4 ലക്ഷം വീതം. പട്ടികജാതി പട്ടികവർഗം കുറച്ചും കൂടി അധികം. ആ രീതിയിലാണ് വീടിന് പൈസ ഇവിടെ കേരള ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അർബൻ മേഖലയിൽ അതിന്റെ ഭാഗമായിട്ട് 83,261 വീടുകൾക്ക് 1,50,000 രൂപ വീതമാണ് കൊടുത്തത്. ഗ്രാമീണ മേഖലയിൽ 72,000 രൂപയും പട്ടണ മേഖലയിൽ 1,50,000 രൂപയാണ് ഇത് കൊടുക്കുന്നത്. ബാക്കി ഞങ്ങൾ കൊടുക്കുകയാണ് 4 ലക്ഷം രൂപ വരെ. അങ്ങനെ എല്ലാം ചേർത്ത് യഥാർത്ഥത്തിൽ ഇവര് 1,16,778 വീടിനാണ് സഹായം നൽകിയത്. ആ സഹായം ഞാൻ 72,000 1,50,000. ബാക്കി മുഴുവൻ വീടും എത്ര? 2,86,450 വീടും കേരള ഗവൺമെന്റ് സ്വന്തമായിട്ട് കൊടുത്തതാണ്, കടമ്പാലിൽ ഉൾപ്പെടെ. പിന്നെ ഞാൻ ഈ പറഞ്ഞ 1,16,778 വീടില് 72,000 1,50,000 കഴിച്ച് ബാക്കിയെല്ലാം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് കൊടുത്തതാണ്. അപ്പൊ ഇതാണ് ഞങ്ങളിങ്ങനെ ഞങ്ങളാണ് ഈ വീട് മുഴുവൻ കൊടുക്കുന്നത് എന്നുള്ള പ്രചാരവേല BJP-ക്കാരടിക്കുന്നുണ്ട്. അതേ പ്രചാരവേല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് നടത്തുകയാണ്. അപ്പോൾ
അസംബന്ധങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണേണ്ട പ്രശ്നമായിട്ടാണ് അത് കമ്പനിയിൽ നടത്തുന്നില്ല. ഞാൻ ചർച്ച ചെയ്യും. എക്സലായിക്കായാലും തിരക്കുണ്ട്, അതുപോലെ തന്നെ കരിമണലിന്റെ കാര്യമുണ്ട്. അതിന് ഞങ്ങൾ ഒരു കാര്യം അന്നേ എടുത്തിട്ടുണ്ട്. ആ ചോദിച്ചോ നീ അവിടെ ചോദിച്ചോണ്ടിരുന്ന ഞങ്ങൾ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് അത് നിയമപരമായിട്ടാണ് ആ പരിപാടി നടന്നിട്ടുള്ളത് എന്ന കാര്യം പുറത്തു പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കമ്പനികൾ തമ്മിലുള്ള തർക്കവും പ്രശ്നങ്ങളൊന്നും പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഒരു തരത്തിൽ ഇടപെടേണ്ട കാര്യമല്ല. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി പറയാം. അതിന്റെ പേരിൽ പിണറായി ആ കടമ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ മാത്രമേ പാർട്ടി എന്ന രീതിയിൽ ഉപരോധിച്ചിട്ടുള്ളൂ. അതാ കാര്യം. അതാ അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. പ്രശ്നം പരിഹരിക്കട്ടെ. അതിലിപ്പോ എത്ര ഏജൻസികളായി അന്വേഷിക്കാൻ വന്നിട്ട് ഒരുപാട് ഏജൻസികൾ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ്. ഞങ്ങളെ എതിർപ്പായിട്ട് സ്ഥലപ്പെടുത്തിയിട്ടുണ്ടല്ലോ, മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യുന്നത് അതൊക്കെ കമ്പനിയുടെ പ്രശ്നമാണ്. ഞങ്ങൾ അതിന് പറയേണ്ട കാര്യം നിയമപരമായിട്ട് നടന്നോട്ടെ. അതിപ്പോ അവര് കൈകാര്യം ചെയ്യുന്നതാണല്ലോ കമ്പനിക്കാർ കൈകാര്യം ചെയ്യട്ടെ. അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതിനടുത്താണ് നിലപാട് സ്വീകരിക്കാലോ. ആരോപണം എന്തെല്ലാം ആരോപണങ്ങൾ, എന്തൊക്കെ അരികുംഭവങ്ങൾ ഉൾപ്പെടെ എന്തെല്ലാം പ്രശ്നങ്ങളും മനസ്സിലാവാനിരിക്കുകയാണ്. ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പരിശോധിച്ചാൽ 1957 മുതൽ നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചേർന്ന് എന്തെല്ലാം ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആരോപണങ്ങളൊന്നും യഥാർത്ഥ അടിസ്ഥാനപരമായിട്ടില്ല എന്നതുകൊണ്ട് അത് നിങ്ങൾ അവിടെ അവസാനിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതല്ലേ 26-ാം തീയതി കൊടുത്തില്ലേ? ഇനി അടുത്ത ലക്ഷം വരും. ആയിക്കോട്ടെ, ആരോപണം ചോദിച്ചു. ഇഡിന്റെ ചോദ്യം, ഇഡി BJP-യുടെ ഗുണ്ടാപ്പുറം ഇടുന്നവരല്ലേ? ഫണ്ട് പിരിക്കുന്നതിന് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ അവരല്ലേ ചെയ്യുന്നത്? കരിമണ്ണൂർ ബാങ്കിന്റെ പ്രശ്നത്തിന്റെ അകത്ത് ഈ ഇഡി ഇടപെടുന്നത് എന്തിനാണ്? കമ്മ്യൂണിസ്റ്റ് നിലപാട് സ്വീകരിക്കാനില്ലേ? അതിപ്പോ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാവർക്കും അറിയാം. പ്രതിപക്ഷത്തിനെതിരായി ഇഡിയും അതുപോലെ തന്നെ CBI ഉൾപ്പെട്ട നിരവധി കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ രംഗത്തിറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു, പിടിക്കുന്നു. മുഖ്യമന്ത്രിയെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ഇനി അവിടെ അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി. എത്രയാ അതെ, അത് അവരോട് ചോദിക്കണം. എന്തടിസ്ഥാനത്തിലാണ് അവർ കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ലല്ലോ. ഏതായാലും നല്ലതുപോലെ കേസ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അതവർ ചെയ്തിട്ടുണ്ടോ? അത്രയും നിങ്ങൾക്ക് മനസ്സിലാവേ. 80 എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല, ലക്ഷങ്ങളാണ് ഫീസ്. അതന്നെ അത്ര കോടികളൊക്കെ ആയി. വരട്ടെ അതൊന്നും പ്രശ്നമില്ല. എന്ത് പ്രശ്നം? കേജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ ജയിലിൽ അടച്ചില്ല. എന്തിന് പിന്നെ എന്ത് പ്രശ്നം അതിന്? അപ്പൊ അതൊക്കെ നമുക്ക് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന BJP-യുടെ വാസ്തവത്തിലേക്കുള്ള യാത്രയായിട്ട് കണ്ടാൽ മതി. അത്രേ ഉള്ളൂ. നോക്കട്ടെ ഇതിനെ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ വന്നതിന്റെ വലിയ നടപടിയല്ലേ. ഇനി അപ്പുറം ഞങ്ങളെ ഫണ്ട് ഉൾപ്പെടെ കണ്ടുപിടിച്ചില്ലേ, മരവിപ്പിച്ചില്ലേ. അതുകൊണ്ടാണ് നിന്ന് പോവുക. അതിന്റെ ഭാഗമായിട്ട് ഈ കേരളത്തിൽ ഏതെങ്കിലും BJP-കാരൻ ജയിക്കുമോ? സുരേഷ് ഗോപി അവിടെ ജയിക്കുമോ? സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഫണ്ട് ഉൾപ്പെടെ അവരെ മരവിപ്പിച്ചല്ലോ. എന്നിട്ട് അവിടെ ജയിക്കുമോ? ജയിക്കില്ല. അവർ അതിനും അത് നിങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിരമായ പ്രചരണങ്ങളല്ലേ. CPM വിരുദ്ധ പ്രചരണത്തിന്റെ ഒരു ഭാഗം വന്നാൽ മതി. ശരി പല സ്ഥലത്തും എന്താ അത് BJP-ക്കെതിരായിട്ടുള്ള വിശാല മുന്നണിയിൽ മതനിരപേക്ഷ ശക്തികളെല്ലാം ചേർത്ത് ഓരോ സംസ്ഥാനത്തിലും ആ സംസ്ഥാനത്തിന്റെ പ്രത്യേകത വെച്ച് അവിടെ BJP വിരുദ്ധ വോട്ട് ചോർന്നു പോവാതെ കൃത്യമായിട്ട് ശിഥിലമാവാതെ ഒരാൾക്ക് തന്നെ ലഭിക്കുക എന്നുള്ള നിലപാട് വെച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇതെല്ലാം വരും. ശരി മതി. ഞാൻ പറഞ്ഞു